എൻ്റെ പേര് അന്നു. ഞാൻ നെതർലാൻഡ്സിൽ താമസിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് ജിൻറ്റോ. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങൾ, മറിയം, ജാനി, ലില്ലി. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മദർഹുഡിനെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ഒരു കോട്ട് വായിക്കാം. ബൈ ഡോക്ടർ ആലിസ് വോൺ ഹിൽഡർബ്രാൻഡ്. പുള്ളി ഒരു ഫേമസ് ഒരു കാത്തലിക് ഫിലോസഫർ ആൻഡ് തിയോളജിയൻ ആയിരുന്നു. ഞാൻ ആ കോട്ട് ആദ്യം വായിച്ചിട്ട് തുടങ്ങാം. A woman by her very nature is maternal. For every woman, whether married or unmarried, is called upon to be a biological, psychological or spiritual mother. സോ എല്ലാ സ്ത്രീകളും, അതായത് മാരീഡ് ആയിക്കോട്ടെ അൺമാരീഡ് ആയിക്കോട്ടെ, ഒരു മദർഹുഡിലേക്കാണ് ദൈവം നമ്മളെ കോൾ ചെയ്തിരിക്കുന്നത്. അത് ഒരു ബയോളജിക്കൽ മദർഹുഡ് മാത്രമല്ല. ഓഫ് കോഴ്സ് എല്ലാവർക്കും പിള്ളേരുണ്ടാവണമെന്നില്ല, പക്ഷെ നമുക്കൊരു സ്പിരിച്വൽ മദറായിട്ട് ഒക്കെ ആകാനായിട്ട് പറ്റും, അല്ലേ? അപ്പോൾ ആ ഒരു ഇതാണ് എൻ്റെ എന്താ പറയുക, ഒരു മദർഹുഡിൻ്റെ ഒരു ഭയങ്കരമായിട്ട് എന്നെ കൺവിക്ഷൻ തന്ന ഒരു ഇതായിരുന്നു. നമ്മളെ എവ്രി വിമൻ ഈസ് കോൾഡ് ടു മദർഹുഡ്, അല്ലേ? അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഒരു ഫൗണ്ടേഷണലായിട്ട് തോന്നിയിട്ടുണ്ട് ഭയങ്കരമായിട്ടും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമുക്ക് പറ്റുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് മദർഹുഡിനെ കുറിച്ചുള്ള ഒരു പ്രോപ്പർ കൺവിക്ഷൻ ഇല്ല. ശരിക്കും എന്താണ് മദർഹുഡ്, അത് കാരണം തന്നെ ആ കൺവിക്ഷൻ ഇല്ലാത്തത് കാരണം നമുക്കത് എംബ്രേസ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഓഫ് കോഴ്സ് സൈറ്റൻ നമ്മൾ സ്ത്രീകളെ ഭയങ്കരമായിട്ട് ട്രിക്ക് ചെയ്യും, പല ലൈസ് തന്നിട്ട്. അതായത് മദർഹുഡ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എന്താ പറയുക, മദർഹുഡിനെ അങ്ങ് ഒത്തിരി താഴ്ത്തി കളയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ആവശ്യമുണ്ടോ, ഇറ്റ് ഇൻവോൾവ്സ് ലോട്ട് ഓഫ് സാക്രിഫൈസ്, ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പ്രത്യേകിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഈ മദർഹുഡ് എന്ന് പറയുമ്പോൾ, ഇപ്പം ഞാൻ ആദ്യത്തെ കോട്ട് വായിച്ചു, അതുപോലെ തന്നെ പൗലോസ്ലീഹ തിമോത്തിക്ക് എഴുതിയ ലെറ്ററിൽ പറയുന്നുണ്ട്, അതും കൂടെ ഞാൻ വായിക്കാം. Yet she will be saved through child bearing if they continue in faith, love and holiness with self-control. So എനിക്ക് തോന്നിയുള്ള നമുക്ക് ആസ് ക്രിസ്ത്യൻ മദേഴ്സ്, അല്ലേ, ഇറ്റ്സ് അവർ വേ ടു ഹെവൻ. അതിൽ കൂടെ ഉണ്ടാവുന്ന ചാലഞ്ചസ് ഈസി അല്ല, ഇറ്റ്സ് വെരി ചാലഞ്ചിങ്. ചൈൽഡ് ബെയറിങ്ങും പിന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതും ഒക്കെ ഓഫ് കോഴ്സ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം, ഇറ്റ് ഇൻവോൾവ്സ് ലോട്ട് ഓഫ് സാക്രിഫൈസ്. പക്ഷെ അതിനെ നമ്മൾ എംബ്രേസ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ്സ് അവർ ഡോർവേ ടു ഹെവൻ. അതിൽ കൂടി അതെനിക്ക് തോന്നുന്ന ഒത്തിരി മദേഴ്സിന് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ചിലപ്പം കുഞ്ഞുങ്ങളുണ്ടാവുന്നതിന് മുമ്പ് ആവശ്യത്തിന് പേഷ്യൻസോ അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റിയോ ഒക്കെ കുറവായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ അവർക്ക് പറയാൻ പറ്റും, അവർക്കുണ്ടായൊരു ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ കുറേ കൂടെ പേഷ്യൻ്റായി, കുറേ കൂടി ഫ്ലെക്സിബിളായി, നമ്മുടെ ജീവിതത്തിലെ കുറേ ടൈം നമ്മൾ അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നു, അല്ലേ? അപ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അതിനെ എംബ്രേസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കതിനെ റെസിസ്റ്റ് ചെയ്യാം വിത്ത് ലോട്ട് ഓഫ് ഫ്രസ്ട്രേഷൻ, അല്ലെ? അപ്പോൾ നമ്മൾ ബിറ്ററാവും. പക്ഷേ എംബ്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്കൊരു ചേഞ്ച് സംഭവിച്ചു, അതിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിയാണ് നമുക്ക് കർത്താവ് കാണിച്ചു തരുന്നത്. പിന്നെ അതേപോലെ തന്നെ മാത്യു 25:40 വചനത്തിൽ പറയുന്നുണ്ട്, അതായത് ഈ ചെറിയവരിൽ ഒരാൾക്ക് ചെയ്തു കൊടുത്തപ്പോൾ അത് എനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്തത്. ഈ ചെറിയവർ എന്ന് പറയുന്ന ആരാണ്? ഇറ്റ്സ് ആക്ച്വലി വീക്ക് ആൻഡ് വൾണറബിൾ വൺസ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ദേ ആർ വീക്ക് ആൻഡ് ദേ ആർ വൾണറബിൾ. നമ്മൾ അവരെ നോക്കിയെങ്കിലും മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് നമ്മുടെ കുഞ്ഞിന് നമ്മൾ പാല് കൊടുക്കണം, നമ്മൾ അവരെ ടേക്ക് കെയർ ചെയ്യണം. നമ്മളവരെ ശരിക്കും പറഞ്ഞാൽ ഈശോ രണ്ടാമത് വരുമ്പോൾ ചോദിക്കും, നിങ്ങൾ എന്നെ കഴിപ്പിച്ചോ ഉടുപ്പിച്ചോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിന് ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യവും അതാണ്. കാരണം കുഞ്ഞുങ്ങളെ നമ്മൾ ഡ്രസ്സ് ഇടിപ്പിക്കണം, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണം, കുഞ്ഞുങ്ങളെ നമ്മൾ കുളിപ്പിക്കണം, കഴിപ്പിക്കണം, ഇതെല്ലാം നമ്മൾ കുഞ്ഞിനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതോടുകൂടി നമ്മൾ കുഞ്ഞിനെ പല സമയത്തും നമ്മളിത് മൊണട്ടോണസ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്യുമ്പോഴത്തേക്കും എനിക്കും ഉണ്ടായിട്ടുണ്ട്, നമുക്കൊരു ഭയങ്കര മടുപ്പും ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ വരാം. പക്ഷേ ഇത് ഈശോയെ ആണല്ലോ ഞാൻ ശുശ്രൂഷിക്കുന്നത്, ആ ഒരു ഇതിൽ കൂടി. അതാണ് വചനത്തിൽ പറയുന്നത്, ഈ ചെറിയവരിൽ ഒരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്തത്. ഈ ചെറിയവർ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് പല ആൾക്കാർ അതിൽ ഉൾപ്പെടുന്നുണ്ട്, പക്ഷെ കുഞ്ഞുങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പം നമുക്കൊരു ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതായത് ഞാൻ ഈ ചെയ്യുന്ന ജോലി ഒന്നും പാഴായി പോകുന്നില്ല, കാരണം ഞാൻ എൻ്റെ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ ഈശോയെ തന്നെയാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. ആ ഒരു കൺവിക്ഷൻ അത് എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ, ഞാൻ അതൊരു ബുക്ക് വായിച്ചപ്പോഴാണ് എനിക്ക് ആ കൺവിക്ഷൻ കിട്ടിയത്. അത് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു ബെല്ലടിച്ച പോലെയായിരുന്നു. അപ്പോൾ ഈ മദർഹുഡിൽ ഞാൻ ചെയ്യുന്നത് ഇറ്റ്സ് ആക്ച്വലി കിങ്ഡം വർക്ക്, അല്ലേ? ശരിക്കും ഒരു കിങ്ഡം മിനിസ്ട്രിയാണ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു മിനിസ്ട്രി. നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിക്കും നോക്കുക, ശുശ്രൂഷിക്കുക, അവരെ വളർത്തുക, ഫോമിങ് ദ നെക്സ്റ്റ് ജനറേഷൻ, അല്ലേ? നമ്മൾ നെക്സ്റ്റ് ജനറേഷനെ ഈശോയ്ക്ക് വേണ്ടി വാർത്തെടുക്കുകയാണ്. കാരണം
ഞങ്ങൾ പാരൻറ്റിങ്ങിൻ്റെ സമയത്തും പറഞ്ഞു, ഫെയ്ത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണല്ലേ, ഒരു കുടുംബത്തിൽ നിന്നാണ്. അതിൽ അമ്മയുടെ ഒരു റോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ട്രെമൻഡസ്. അപ്പോൾ ആ ഒരു ഈശോയെയാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്, ഈശോയെയാണ് ഞാൻ നോക്കുന്നത് എന്നുള്ള ഒരു കൺവിക്ഷൻ നമുക്കൊരു വലിയ ഒരു ഇതാണ്. പിന്നെ ഞാൻ അതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രാക്ടിക്കലി എന്താ പറയുക, ഞാൻ ചെയ്യാറുള്ള ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൊണട്ടോണസ് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഭയങ്കര മടുപ്പ് തോന്നാം ചിലപ്പോൾ. ഇത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇന്നത്തെ കാലത്തിൻ്റെയും കൂടെ ആയിരിക്കും, നമ്മൾ ഒരു താങ്ക്ലെസ് ജോബാണ് ഇത് പലപ്പോഴും. അത് പലരും അതിൻ്റെ വാല്യൂ റിയലൈസ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇത് ആർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തിട്ട് എന്തിനാ, അങ്ങനെയൊക്കെയുള്ള തോന്നലൊക്കെ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സാത്താൻ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്ന ഓരോരോ നുണകളാണ്, അല്ലെങ്കിൽ നീ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ. അപ്പോൾ എനിക്ക് അന്നേരം എൻ്റെ മനസ്സിലേക്ക് വന്നത്, എനിക്ക് തോന്നുന്ന ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജീസസ് യൂത്തിലൂടെ പ്രോ ലൈഫ് മിനിസ്ട്രിയിലൊക്കെ ഇൻവോൾവ് ആയിരുന്ന സമയത്ത് ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു പ്രോ ലൈഫ് എക്സിബിഷനിൽ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പ്രോ ലൈഫ് എക്സിബിഷനിലൊക്കെ നിൽക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോസ്റ്റർ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു പോസ്റ്ററാണ്. അതായത് മദർഹുഡ് ഈസ് എ പ്രൗഡ് പ്രൊഫഷൻ. അന്നത് ഞാനത് തിരിച്ചറിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എന്തോ എന്നെ അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ഞാനത് എൻ്റെ ഫേസ്ബുക്കിൻ്റെ കവർ പേജ് ആക്കിയായിരുന്നു. അത് ഇന്ന് വരെ ഞാൻ മാറ്റിയിട്ടുമില്ല. അപ്പോൾ പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ആ മദർഹുഡിനെ നമ്മളൊരു പ്രൊഫഷനാക്കി കാണുമ്പോഴത്തേക്കും, അപ്പോൾ നമുക്ക് ആ പ്രൊഫഷനാക്കി കാണുമ്പോൾ ഉള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പലപ്പോഴും നമ്മൾ ഈ എല്ലാ ദിവസവും ചെയ്യുന്ന മൊണട്ടോണസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുക, പിള്ളേരെ കുളിപ്പിക്കുക, കഴിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതൊക്കെ ചിലപ്പോൾ കുറച്ചൊരു സെയിം ഡേ എവറി ജോബ്, ആ സെയിം ജോബാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പ്രൊഫഷനാക്കി കാണുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക, അപ്പോൾ നമുക്ക് തോന്നുവാണ്, ഓക്കെ ഞാനിതൊരു ജോലി എന്നുള്ള രീതി നോക്കുമ്പോൾ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ഞാൻ കൊച്ചിന് ഭക്ഷണം കൊടുത്തു, കൊച്ചിനെ കുളിപ്പിച്ചു, കൊച്ചിനെ കഴിപ്പിച്ചു, അല്ലെങ്കിൽ കൊച്ചിന് വായിച്ചു കൊടുത്തു. അപ്പോൾ ആ രീതി നോക്കുമ്പോൾ ഞാൻ ഇന്ന ജോലികളെല്ലാം ചെയ്തു. ഓക്കെ, സോ ദെൻ നമുക്കൊരു പ്രൊഫഷനാക്കി നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു കുറച്ചും കൂടി എന്തൊക്കെയോ ഞാൻ ചെയ്തു, ഒരു അച്ചീവ്മെൻറ്റ്, ഇന്ന കാര്യങ്ങൾ ഞാൻ ഈ മദറിങ്ങിൽ ചെയ്തു, മദർഹുഡ് റിലേറ്റഡ് ആയിട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു ഫീലിംഗ് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടും. പിന്നത്തെ എനിക്കൊരു കാര്യം തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ എസ്പെഷ്യലി എനിക്ക് ഇതേപോലെ ഒരു എൻ്റെ ഒരു മോട്ടിവേഷൻ പിടിച്ചു നിർത്താനായിട്ട് കേട്ടോ, ഞാൻ യങ് മദേഴ്സിന് ഹെൽപ്ഫുൾ ആവാൻ പറ്റുന്ന കാര്യമാണ് പറയുന്നത്. പിന്നെ എനിക്ക് പേഴ്സണലി ഒരു മോട്ടിവേഷൻ തരുന്നത്, ഞാൻ പിള്ളേരുടെ ഈ പാരൻറ്റിങ് ബുക്സ് വായിക്കുക. അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫീൽഡാണ് ചൈൽഡ് സൈക്കോളജി. അത് ഞാൻ കുറേ വായിക്കാറുണ്ട് പറ്റുന്ന രീതിയിലൊക്കെ. പിന്നെ അതുപോലെ നമ്മുടെ ആ ഒരു എന്താ പറയുക, അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഇൻ ഫസ്റ്റ് 3 years, അതിനെക്കുറിച്ചൊക്കെ ഞാൻ കുറേ വായിക്കാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടും. അതായത് എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ സംഭവിക്കുന്നത്, അവരുടെ ബ്രെയിൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവർക്ക് വേണ്ട ഒരു ഇമോഷണൽ ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഫോർമേഷൻ എന്താണ് ആവശ്യം. ഓഫ് കോഴ്സ് സ്പിരിച്വൽ ഫോർമേഷൻ ഞങ്ങൾ പാരൻറ്റിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞു. പക്ഷേ ഇത് പിള്ളേരുടെ ഉള്ളിൽ എങ്ങനെയാണ്, കാരണം ഫസ്റ്റ് 3 years കൊണ്ട് തന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഓൾമോസ്റ്റ് 90% ഡെവലപ്ഡ് ആയി കഴിയും. അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന ആ ജോലി എന്ന് പറയുന്ന അത്രയും ട്രെമൻഡസ് ആയിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഫസ്റ്റ് 3 years ഇസ് വെരി ക്രൂഷ്യൽ. ഏതൊരു സൈക്കോളജിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ പറയാൻ പറ്റും. കാരണം അത്രയും കാര്യങ്ങൾ അവരുടെ ബ്രെയിനിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ നിസ്സാരം എന്ന് തോന്നുന്ന കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ കുഞ്ഞിനെ എടുക്കുന്നു, കളിപ്പിക്കുന്നു, പാല് കൊടുക്കുന്നു, ഉറക്കുന്നു, നമ്മൾ മേത്തിട്ട് നടക്കുന്നു, അതൊക്കെ എന്തൊരു എന്താ പറയുക, എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു പിള്ളേരുടെ ഫസ്റ്റ് 3 years അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞ ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് എഴുതിയ ബുക്കുണ്ട്. ആ ബുക്ക് വായിച്ചപ്പോഴാണ് എനിക്ക് ഭയങ്കര ഐ ഓപ്പണിംഗ് ആയിരുന്നു. ഓ മൈ ഗോഡ്, ഇത്രയും ചെറിയ കാര്യങ്ങൾ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ അങ്ങനത്തെ ബുക്കുകൾ വായിക്കുന്നത് എനിക്ക് ആ ഒരു മദർഹുഡിനെ കുറേ കൂടി എന്താ പറയുക, ഒരു ജോയ്ഫുൾ ആയിട്ട് എംബ്രേസ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എംബ്രേസിങ് ദ ഫെമിനൈൻ ട്രെയ്റ്റ്സ്. എന്ന് വെച്ചാൽ ഒരു ഫെമിനൈൻ ട്രെയ്റ്റ് ആണ് ടു ഗിവ്, ടു നർച്ചർ, ടു കെയർ ഫോർ അതേഴ്സ്. അത് ഓഫ് കോഴ്സ് ആണുങ്ങൾക്കും ഉണ്ട്, പക്ഷേ സ്ത്രീകൾ അത് ചെയ്യുന്നത് വേറൊരു രീതിയിൽ കൂടിയാണ്. ഇപ്പോൾ പുരുഷന്മാർക്ക് അതില്ല എന്നല്ല പറയുന്നത്, പക്ഷെ സ്ത്രീകളിൽ അത് എക്സ്പ്രസ് ആവുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ ആ ഒരു നോളജ് എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ, അതായത് സ്ത്രീകൾക്കൊരു ഇന്നേറ്റ് ആയിട്ട്, അതായത് ടു
നർച്ചർ ചെയ്യാൻ, ബാക്കിയുള്ള ആൾക്കാരെ നർച്ചർ ചെയ്യാൻ, ടു ഗിവ്, ടു കെയർ. അപ്പോൾ അതൊരു ഫെമിനൈൻ ട്രേറ്റ്, ഇസ് എ ഗോഡ് ഗിവൺ ഗിഫ്റ്റ് എന്നുള്ള ആ ഒരു നോളജ്, ആ ഒരു അവെയർനെസ് എൻ്റെ ഉള്ളിലേക്ക് സിങ്ക് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി നമ്മൾ ഈ കുട്ടികളെ നർച്ചർ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം, അവരുടെ ഡ്രസ്സുകൾ, അവരെ നർച്ചറിങ് ഉണ്ടല്ലോ, ആ നർച്ചറിങ് അതൊരു ഗോഡ് ഗിവൺ ഗിഫ്റ്റാണ്. അപ്പോൾ നമ്മളത് നന്നായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആക്ച്വലി വി ആർ ഫോമിങ് ദ ഹോൾ വേൾഡ്, അല്ലെങ്കിൽ ഫോമിങ് ദ നെക്സ്റ്റ് ജനറേഷൻ. അപ്പോൾ ആ ഒരു ഞാൻ കുറച്ചും കൂടി ആ ഒരു അവെയർനെസ്, ഇറ്റ് ഹെൽപ്സ് മീ അല്ലേ, കുറച്ചും കൂടി ആക്റ്റീവായിട്ട് അതിൽ ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് എൻ്റെ വളരെയധികം എന്നെ മെൻറ്റർ ചെയ്തിട്ടുള്ളൊരു ചേച്ചി പറഞ്ഞൊരു കാര്യമാണ്. അതായത് ചേച്ചിക്ക് 4 മക്കളാണ്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞാണ്, അതായത് ചേച്ചി പിള്ളേരെ വളർത്തുന്ന സമയത്തൊക്കെ ഒരു സമയത്ത് ഓഫ് കോഴ്സ് നമ്മൾ ആസ് ഫോർ എവറി മദർ അല്ല, ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും, ദേഷ്യം വരും, മടുക്കും. അപ്പോൾ ആ സമയത്ത് ചേച്ചി അവരോട് ദേഷ്യപ്പെടുവോ എന്തൊക്കെയോ ചെയ്തപ്പോൾ ചേച്ചിയുടെ ഇൻസ്റ്റൻ്റിൽ ചേച്ചിയുടെ ഉള്ളിലേക്ക് കർത്താവ് ഒരു തോട്ട് തന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മകൻ അല്ലെങ്കിൽ മകള് മദർ എന്ന് പറയുമ്പോൾ എന്നെക്കുറിച്ച് എന്ത് മെമ്മറിയാണ് അവരുടെ മനസ്സിൽ വരാൻ പോകുന്നത്? ഞാൻ എപ്പോഴും പൊട്ടിത്തെറിക്കുന്ന, എപ്പോഴും ദേഷ്യപ്പെടുന്ന, എപ്പോഴും ഒച്ച വെക്കുന്ന ഒരു അമ്മയായിട്ടാണോ, അതെയോ അവരെ സ്നേഹത്തോടെ ശുശ്രൂഷിച്ചിരുന്ന ഒരു അമ്മയായിട്ടാണോ എന്ന്. അപ്പോൾ ആ ഒരു തോട്ട് ചേച്ചിക്ക് കിട്ടിയപ്പോൾ ഇറ്റ് വാസ് ട്രെമൻഡസ്. ചേച്ചി പിന്നെ ചേച്ചിയുടെ ഉള്ളിലൊരു ഭയങ്കര കൺവിക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു. അത് ചേച്ചി എന്നോട് പറഞ്ഞു. അതപ്പോൾ എനിക്കും അതൊരു ഭയങ്കര ഇതായി. പിന്നെ ഞാൻ ഓർക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ എങ്ങനെ ഓർത്തിരിക്കേണ്ടത് അല്ലേ, വലുതായി കഴിയുമ്പോൾ എപ്പോഴും ദേഷ്യപ്പെട്ടിരുന്ന ഒരു അമ്മയായിട്ടാണോ, അതെയോ സ്നേഹം കൊണ്ട് അവർ സ്നേഹത്തിൽ വളർത്തിയ ഒരു അമ്മയായിട്ടാണോ? അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കൺവിക്ഷൻസേ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ മിനിസ്ട്രി, ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു മിനിസ്ട്രിയാണ്, കിങ്ഡം വർക്കാണെന്നുള്ള ആ ഒരു അവെയർനെസ്സുകൾ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഈ മദർഹുഡിനെ നമുക്ക് ജോയ്ഫുള്ളി എംപ്രൈസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ ഇന്നത്തെ പോലെ ഇതൊരു താങ്ക്ലെസ് ആണ്, അല്ലെങ്കിൽ ഒരു കാര്യമില്ല, പിള്ളേർ കുറേ കഴിയുമ്പോൾ പിള്ളേരുടെ വഴിക്ക് പോകും, നിങ്ങൾ നിങ്ങളുടെ ജീവിതം വേസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ ടാലൻറ്റ് വേസ്റ്റ് ചെയ്യുകയാണ്. നോ, it's a God given ministry. We are forming, and when motherhood, when done right, it's a gift to the whole humanity അല്ലേ. നമ്മൾ ഹോൾ വേൾഡിനെ ഫോം ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ട്രോമാസ് നമ്മൾ കൂടുതൽ സൈക്കോളജിക്കലി നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആന്തരിക സൗഖ്യധ്യാനം കൂടുമ്പോൾ അറിയാം, എല്ലാവർക്കും മുറിവുകളുണ്ട്. പലപ്പോഴും ഒട്ടുമിക്ക സമയത്തും ഈ മുറിവുകൾ സ്റ്റെം ചെയ്യുന്നത് ആ ഏർലി ചൈൽഡ്ഹുഡിൽ നിന്നാണ്. ആ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 3 years, ഫസ്റ്റ് 7 years, ഓഫ് കോഴ്സ് അത് കഴിഞ്ഞിട്ടുമുണ്ട്. ആ ഫസ്റ്റ് 3 yearsൽ ഒരു കുഞ്ഞ് ഇറ്റ്സ് മോർ ബയോളജിക്കലി വയേർഡ് ടു എ മദർ. ആ മദറും അമ്മയും കുഞ്ഞും തമ്മിലുള്ള കണക്ഷൻ ഇറ്റ്സ് മോർ സ്ട്രോങ്, മോർ ഇൻറ്റൻസ്. അപ്പൻ്റെ റോളില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, കുറച്ച് കൂടുതൽ അമ്മയെക്കുറിച്ച് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ആ ഒരു ബയോളജിക്കൽ കണക്ഷൻ, കാരണം പലപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ് ആണ്, കുഞ്ഞെപ്പോഴും അമ്മയുടെ അടുത്തേക്കാണ് പെട്ടെന്ന് ആദ്യം വരുന്നത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് 3 yearsൽ അമ്മമാരുടെ പ്രസൻസ്, ഓഫ് കോഴ്സ് അപ്പന്മാരുടെ പ്രസൻസ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ്, അത് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ അമ്മമാരുടെ ആ ഒരു പ്രസൻസ് പ്ലേസ്, ആൻഡ് ഇറ്റ്സ് ഓൾസോ ലോട്ട് ഓഫ് ഹോർമോണൽ തിങ്. നമ്മുടെ അമ്മയുടെ ബോഡിയിലും ഒത്തിരി ചേഞ്ചസ് ഉണ്ട്, കുഞ്ഞിൻ്റെ ബോഡിയിലും ബ്രെയിനിലും ഒക്കെ ഒത്തിരി ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുക. ഈ ഹോർമോൺസ് ഭയങ്കരമായിട്ട്, അതാ പറഞ്ഞു, ബയോളജിക്കലി മോർ വയേർഡ്. അപ്പോൾ അത് അമ്മയ്ക്കും നല്ലതാണ്, കുഞ്ഞിനും നല്ലതാണ്. പലപ്പോഴും കുഞ്ഞിന് മാത്രം നല്ലതാണ്, അമ്മയ്ക്ക് കൊള്ളില്ല എന്നാണ് പലയിടത്തും പറയുന്നത്. അമ്മയ്ക്കിത് കൊള്ളില്ല, അല്ലെങ്കിൽ അമ്മയുടെ ജീവിതം വേസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അല്ല, അത് കുഞ്ഞിനെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന കെമിക്കൽസ്, അതിനെ നമ്മൾ എംബ്രേസ് ചെയ്യുമ്പോൾ അത് അമ്മയ്ക്കും നമുക്കും ഒത്തിരി നല്ലതാണ്. ആ അമ്മയും കുഞ്ഞും ഒരു സ്ട്രോങ് മെൻ്റൽ ഹെൽത്ത്, ഒരു സ്ട്രോങ് ഫൗണ്ടേഷനാണ് കൊച്ചിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൊടുക്കുന്നത്. അതൊരു ലോങ് ഒരു ഇതിൽ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ലൈഫ് ലോങ് ആണ് ആ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇതിനെ നമ്മൾ സന്തോഷത്തോടെ എംബ്രേസ് ചെയ്ത് എന്തുമാത്രം. പിന്നെ പരിശുദ്ധ അമ്മേനെക്കുറിച്ച് ഇടയ്ക്ക് ആലോചിക്കുന്നത് എനിക്ക് ഭയങ്കര, കാരണം പരിശുദ്ധ അമ്മ എത്രയോ സ്നേഹത്തോടെ ഈശോ ദൈവമായിരുന്നു. അപ്പോൾ ദൈവത്തിന് ഈ അമ്മയുടെ കെയറൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഈശോ വന്നതൊരു കുഞ്ഞു കൊച്ചായിട്ടാണ്. ആ കുഞ്ഞു കൊച്ചിനൊരു അമ്മയുടെ സ്നേഹവും പരിലാളനയും എല്ലാം ഈശോയും എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തുമാത്രം ദൈവത്തിന് അത് എന്തുമാത്രം ആവശ്യമായിരുന്നെങ്കിൽ അത് നമുക്ക് എന്തുമാത്രം ആവശ്യമായിരിക്കും നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യർക്ക്. അപ്പോൾ ആ ഒരു കൂടി നമ്മുടെ ഉള്ളിലേക്ക് സിങ്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് കുറേയും കൂടി മദർഹുഡിനെ സന്തോഷത്തോടെ എംബ്രേസ് ചെയ്യാനും അവർക്ക് വേണ്ടി കൂടുതൽ പ്രസൻറ്റ് ആവാനും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രസൻസ്. ആ പ്രസൻസ് റിയലി മാറ്റേഴ്സ്. പ്രസൻസ് എന്ന് പറയുമ്പോൾ ചുമ്മാ അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല, പക്ഷെ അവർക്ക് എല്ലാ അറ്റൻഷനും കൊടുത്തുകൊണ്ട് ഉള്ള ഒരു പ്രസൻസ്, അത് ഇറ്റ് റിയലി മാറ്റേഴ്സ്, പ്രത്യേകിച്ച് ഏർലി ഇയേഴ്സിൽ.
അപ്പോൾ ഈ കാര്യങ്ങളാണ് എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ ഒരു മദർഹുഡ് ജേണിയിൽ അതിനെ ഒരു ജോയ്ഫുൾ ആയിട്ട് ഈശോയ്ക്ക് വേണ്ടി ഞാനിത് ചെയ്യുന്നത് എന്നുള്ള ഒരു കൺവിക്ഷനിലേക്ക് എന്നെ നയിക്കുന്നത്.